8 മാർക്സിനും 5 മാർക്സിനും എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ ദ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഒന്നുമില്ല, എന്താണ് ഇത് നമ്മുടെ സെയിം എന്താണ് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, എന്താണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? എന്താണ് നമ്മുടെ കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ആവണമെങ്കിൽ എന്താണ് ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ടാൻജന്റ് ടു ദി ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും എന്താണ് കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഓക്കെ, കൂട്ടിമുട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ എന്താണ് കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. ദാറ്റ് ഈസ് എന്താണ് ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ടാൻജന്റ് ഇസിക്കൽ ടു ബഡ്ജറ്റ് ലൈൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ എക്സ് ആക്സിസും വരച്ചു, വൈ ആക്സിസും വരച്ചു, ആദ്യം ബഡ്ജറ്റ് ലൈൻ വരച്ചു. ബഡ്ജറ്റ് ലൈൻ ആണ് എന്താന്ന് പറയുന്നത് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആണ് ഇവിടെ എ ബി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, പോയിന്റ് എ ബി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആണ്. ഓക്കെ, ആൻഡ് എന്താണ് നമ്മുടെ ഇനി നോക്കുന്നത് എന്താ ഇൻഡിഫറൻസ് കർവ് നോക്കിക്കേ, നമുക്ക് 3 ഇൻഡിഫറൻസ് കർവ് ഉണ്ട്. IC1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മൾ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിഫറൻസ് കർവും അതേപോലെ ബഡ്ജറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ 3 പോയിന്റ്സ് ഉണ്ട്. പോയിന്റ് എക്സ് ഉണ്ട്, പോയിന്റ് വൈ ഉണ്ട്, ആൻഡ് എന്താണ് ഇസഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ എക്സും വൈയും നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ ഈ വൈ ആണ് എന്തെന്ന് പറയുന്നത്, ഈ വൈ ആണ് നമ്മുടെ പോയിന്റ് വൈ ആണ് നമ്മുടെ എന്താണ് പോയിന്റ് വൈ ആണ് നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പോയിന്റ് വൈ ആണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി എക്സും ഇസഡും ഏത് ഇൻഡിഫറൻസ് കർവിലായിരിക്കുന്നത്, ഇൻഡിഫറൻസ് കർവ് 1ലാണ് ഇരിക്കുന്നത്. പോയിന്റ് വൈയോ ഇൻഡിഫറൻസ് കർവ് 2ലാണ്. ഇൻഡിഫറൻസ് കർവിന്റെ ഏറ്റവും വലിയ ഫീച്ചർ ആണ് എന്തെന്ന് പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ദാറ്റ് ഇസ് IC1 ഗ്രേറ്റർ ദാൻ IC2 എന്നാണ്. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ എത്തണമെങ്കിൽ എന്താണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഷുഡ് ബി ഈക്വൽ ടു മീൻസ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് എഴുതുന്നത് കേട്ടോ, ഇസിക്കൽ ടു എന്താണ് സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് MRS നമ്മുടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ, MRS ആണ്. അതേപോലെ നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് -P1 ഡിവൈഡഡ് ബൈ P2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ആൻഡ് എന്താണ് നമ്മുടെ ഈ ഒരു ഗ്രാഫ് ഇവിടെ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നല്ല മാർക്സ് കിട്ടും. ഓക്കെ, യെസ്. ആൻഡ് അതുപോലെ തന്നെ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, PPCയുടെ ഓക്കെ നമ്മുടെ PPCയുടെ ഷേപ്പ് എന്ത് നിങ്ങൾ താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. ഓക്കെ.